ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. ആദ്യം ഞാൻ ചിക്കൻ കറിക്കുള്ള മസാല മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇത് ഞാൻ സ്വല്പം ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കാൻ പോവുകയാണ്. ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കുന്നത് കൊണ്ട് പൊടിയൊന്ന് കുതിരുകയും ചെയ്യും. അതുപോലെ നമ്മൾ മസാല മൂപ്പിക്കുമ്പോൾ ആ പൊടി കരിഞ്ഞു പോകാതെ മറ്റുള്ള ഉള്ളിയുടെ കൂടെ ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാനായിട്ട് ഒന്നും കൂടെ എളുപ്പം ഇതുപോലെ ചെയ്യുന്നതാണ്. ഈ അരപ്പ് മൂടി മാറ്റി വെക്കുകയാണ്. ഈ ചിക്കൻ കറിക്ക് ഞാൻ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ടൊമാറ്റോയും കൂടി അരച്ചാണ് എടുക്കുന്നത്. അതിന് 2 ചെറിയ ടൊമാറ്റോ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഈ ബ്ലെൻഡറിലേക്ക് ഞാൻ ഇടുന്നു. ഒരു 1.5 സവോള, അതായത് ഒരു മീഡിയം സവോളയും അതിൻ്റെ പകുതിയും കൂടെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. അതും ഇതിലേക്ക് ഇടുന്നു. 2 കഷ്ണം ഇഞ്ചി, അതായത് 1 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി അതും ചെറുതാക്കി മുറിച്ചത്. ഒരു 5 വലിയ സൈസിലുള്ള വെളുത്തുള്ളിയും ഇതിലിടുന്നു. ഒരു 8-10 മിന്റിന്റെ ലീഫ്. മിന്റിന്റെ ലീഫ് കൂടുതലായി പോകരുത്, ഇത്രയും മതി. 8-10 ലീഫ്. ഒരു 8 മല്ലിയിലയുടെ തണ്ടാണിത്, അതും ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഇത് വെള്ളം ഒഴിക്കാതെ നമുക്ക് ഇത് അരച്ചെടുക്കാം. ചിക്കൻ കറി വെക്കാൻ തുടങ്ങുകയാണ്. അതിന് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത്. ഈ പാത്രത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. ഈ ഉള്ളി ഞാൻ അതിലേക്കിട്ട് വഴറ്റുകയാണ്. സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ ബ്ലെൻഡറിൽ അരച്ച ആ അരപ്പ് ഇതിൽ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ച മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മസാലയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മൂക്കണം. അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് 3 പൗണ്ട് ചിക്കൻ വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാരിനേറ്റിന് ഞാൻ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചിക്കനിൽ ചേർത്ത് വെച്ചിട്ട് അരമണിക്കൂറായതാണ്. ഇത് ഞാനിനി ഈ മസാലയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഈ ചിക്കനിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ഞാൻ ഒഴിച്ച് ഇളക്കി മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്.
ഇനി ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി വെള്ളം വേണമെന്ന് വരികിൽ നല്ല ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. ചിക്കൻ വേകാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റോളമായി. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കി ഇതിൽ ഇച്ചിരി കടുക് പൊട്ടിച്ച് ഒഴിക്കാൻ പോവുകയാണ്. പക്ഷേ ഇതിൽ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇതിനകത്ത് 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു. ഉപ്പ് ആവശ്യത്തിന് ഉണ്ട്. ഈ ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചില്ലെന്ന് വരിയിലും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെന്ന് വരിയിൽ ഒന്നും കൂടെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കടുക് പൊട്ടിച്ച് ഇടുന്നത്. ഈ തവയിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഞാൻ കടുകിടുകയാണ്. രണ്ട് ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.